ഹലോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഞാൻ ഓണം തുടങ്ങി 3-ാം ദിവസം 4-ാം ദിവസമായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഞാനിത് ഓണം തുടങ്ങി ആദ്യത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനും എഡിറ്റ് ആക്കാനും എന്നുള്ള അവസ്ഥയിലൊന്നും ആയിരുന്നില്ല. ഒട്ടും വയ്യാതെ കിടപ്പായിരുന്നു. ഇപ്പോഴൊന്ന് തല പൊങ്ങിയതുള്ളൂ. പൊങ്ങിയപ്പോൾ തന്നെ ഓടി ഞാൻ. എവിടെ അത്തച്ചമയം ഇങ്ങനെ. ഇത് നമ്മുടെ തൃപ്പൂണിത്തുറ കേട്ടോ. തൃപ്പൂണിത്തുറ അത്തച്ചമയം ഭയങ്കര ഫേമസ് ആണല്ലോ. ന്യൂസുകളിലും ഒരുപാട് ഇതിലൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ അത്തച്ചമയം കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഈ നാട്ടുകാരിയാണെങ്കിൽ പോലും എനിക്ക് അത്തച്ചമയം കാണാൻ വരാൻ പറ്റിയിട്ടില്ല, വന്നിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണാൻ വന്നതാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എനിക്കൊരു ഡൗട്ട് ഗൈസ്, ആ വാമനൻ എതിലഴുകി ഇരിക്കുന്നുണ്ടാവല്ലേ? ആൾ വീഴുമല്ലേ? കമ്പി താഴത്തെ ഒരു കണക്ഷനും കാണുന്നില്ല. അതൊക്കെ എനിക്ക് ഡൗട്ടായിരുന്നു കേട്ടോ. ആ ഡൗട്ടൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പോൾ ഒരുപാട് നാളുകളെന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇത്രയും ഇതായിട്ട് കാണുന്നത് കേട്ടോ. കാര്യം നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്പലങ്ങളിലെ ഉത്സവങ്ങളിലൊക്കെ കരകാട്ടവും മയിലാട്ടവും കുയിലാട്ടവും കാവടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ടാവും. പിന്നെ ദൈവരൂപങ്ങളൊക്കെ കെട്ടിയാടുന്ന അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല ഗൈസ്. ഇപ്പം എല്ലാം ഒന്നുമില്ല. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവം വരുമ്പോൾ എല്ലാവരും പോകും വരും അത്ര തന്നെ. പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. കാര്യം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് മാറി പോണ കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. ഇപ്പോഴും അതൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കുറേ അടിപൊളിയായിരുന്നു. ഓരോരോ ഫ്ലോട്ടുകളും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ടാബ്ലോ എന്നാണോ ഇതിനെ പറയണതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഓരോ എഴുത്തുകാരുടെയൊക്കെ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറേ ടാബ്ലോ അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ കുറേ കുട്ടാപ്പിയും മായാവിയും അങ്ങനെ കുറേ കഥാപാത്രങ്ങളും പറയാൻ എനിക്ക് വീഡിയോസിലെല്ലാം എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, അത്രമാത്രം. പക്ഷേ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീഡിയാസിനെ കൊണ്ടിട്ട് നമുക്ക് നടക്കാനിരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡിലൊരു വീഡിയോ ഞാൻ ചേർത്തിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതുവരേക്കും അത്തച്ചമയം കാണാത്തവരുണ്ടെങ്കിൽ ഒരിക്കൽ പോവുക. ഇനി അടുത്ത വർഷം എല്ലാ വർഷവും ഉണ്ടാവും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒരിക്കൽ പോവുക, എക്സ്പ്ലോർ ചെയ്യുക. അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോ ഇതിനൊപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ. അടിപൊളിയാണ്. തുടക്കം തന്നെ അടിപൊളിയാണ്. ഞാൻ ശരിക്കും കാസർഗോഡാ. ഇവിടെ എറണാകുളത്ത് വൈഫിന്റെ കൂടെ എറണാകുളമാണ്. അതിന് ആദ്യമായിട്ടാണ് അത്തച്ചമയം കാണാൻ വരുന്നത്. എങ്ങനെയാണ് ഇത്തവണ തോന്നത്തെ?